7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം സ്റ്റീഫൻ ഹോക്കിംഗ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾക്കറിയാമായിരിക്കും. ആധുനിക കാലഘട്ടത്തിലെ പ്രഗത്ഭനായൊരു സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം തൻ്റെ 21ാമത്തെ വയസ്സിൽ രോഗം ബാധിച്ച് ജീവിതം വീൽ ചെയറിൽ ആയ ഒരു വ്യക്തിയാണ്. അന്നു മുതൽ അദ്ദേഹത്തിന് സംസാരിക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ തൻ്റെ കൈകാലുകൾ അനക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം പഠനം നടത്തി വലിയ സയൻറ്റിസ്റ്റായി മാറി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2018 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ പാഠം. നോക്കാം. കാന സ്റ്റീഫൻ ഹോക്കിംഗ് ആലിമൻ മഷ്ഹൂറൻ. സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു പ്രശസ്തനായ ആലിമായിരുന്നു, സയൻറ്റിസ്റ്റായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു. വുലിദ ഫി 1942 മീലാദിയ ബിമദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽത്തറ. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് പട്ടണത്തിൽ 1942 അദ്ദേഹം ജനിച്ചത്. വാലിദുഹു ഫ്രാങ്ക് ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഫ്രാങ്ക് ഹോക്കിംഗ് ആണ്. വാലിദതുഹു ഇസബേൽ ഹോക്കിംഗ്. മാതാവ് ഇസബേൽ ഹോക്കിംഗ്. അക്മല ദിറാസത്തഹു ഫി ജാമിഅത്തി കാംബ്രിഡ്ജ്. അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കി. എവിടെ? ഫി ജാമിഅത്തി കാംബ്രിഡ്ജ്, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ. ബ്രിട്ടനിലുള്ള ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അവിടെയാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത്. അക്മല പൂർത്തിയാക്കി, ദിറാസത്തഹു തൻ്റെ പഠനം. വസാറ സ്റ്റീഫൻ ബാരി അൻ ഫി ഇൽമിൽ ഫിസിയാൽ. സ്റ്റീഫൻ ഫിസിക്സിൽ നിപുണനായിത്തീർന്നു. സ്വാറ സ്റ്റീഫൻ ബാരി അൻ, സ്റ്റീഫൻ നിപുണനായിത്തീർന്നു. ഫി ഇൽമിൽ ഫിസിയാൽ, ഫിസിക്സിൽ. അദ്ദേഹം ഫിസിക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഉസീബ ബി മറലിൻ അസബിയിൻ ഫിൽ ഹാദി വൽ 20 മിൻ ഉംരിഹി. അദ്ദേഹത്തിന് തൻ്റെ 21ാമത്തെ വയസ്സിൽ ന്യൂറോളജിക്കൽ ഡിസീസ്, അതായത് നാഡീ സംബന്ധമായ രോഗം, ഞരമ്പുകൾ സംബന്ധമായ രോഗം ബാധിച്ചു. ഉസീബ മീൻസ് ബാധിച്ചു. ബി മർലിൻ അസബീൻ, അസബി രോഗം ബാധിച്ചു അദ്ദേഹത്തിന്. ഫിൽ ഹാദി വൽ 20 മിൻ ഉംരിഹി, തൻ്റെ 21ാമത്തെ വയസ്സിൽ. വ അസ്ബഹ റഹീനൽ കുർസി സുഹാ 55 ആമൻ മിൻ ഹയാത്തിഹി. അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ 55ഓളം വർഷം വീൽ ചെയർ പേഷ്യൻ്റായി തീർന്നു. അസ്ബഹ റഹീനൽ കുർസി. റഹീനുൽ കുർസി മീൻസ് വീൽ ചെയർ പേഷ്യൻ്റ്, കസേരയിൽ ഇരുന്നു പോയവൻ. കസേരയിൽ നിന്നും പിന്നീട് എഴുന്നേൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എത്ര വർഷം? സുഹാ 55 ആമൻ, ഏകദേശം 55 വർഷം. 55 വർഷത്തോളം അദ്ദേഹം വീൽ ചെയറിലാണ് പിന്നീട് ജീവിച്ചത്. സ്വാറ സ്റ്റീഫൻ ഖുദ്വത്തൻ ലിസ്സബ്രി വൽ മുസാബറത്തി അലൽ അംറാദ്. രോഗാവസ്ഥയിലും നിത്യ ഉത്സാഹത്തിൻ്റെയും ക്ഷമയുടെയും ഒരു മാതൃകയായിത്തീർന്നു അദ്ദേഹം. സ്വാറ സ്റ്റീഫൻ, സ്റ്റീഫനായിത്തീർന്നു. ഖുദ്വത്തൻ, ഒരു മാതൃകയായിത്തീർന്നു. ഖുദ്വത്ത് മാതൃക. എന്തിനുള്ള മാതൃക? ലിസ്സബ്രി, ക്ഷമയ്ക്കും, വൽ മുസാബറത്ത്, സ്ഥിരോത്സാഹത്തിനും, അശാന്ത പരിശ്രമത്തിനും. സ്ഥിരമായി പരിശ്രമിക്കുക അല്ലേ? അപ്പോൾ ക്ഷമയ്ക്കും സ്ഥിരോത്സാഹത്തിനുമുള്ള മാതൃകയായി അദ്ദേഹം. അലൽ അമ്രാൽ, രോഗാവസ്ഥയിലും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രോഗം ബാധിച്ച് ഈ ഒരു അവസ്ഥയിലായിട്ടും അദ്ദേഹം പഠനം നടത്തി വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയ സയൻറ്റിസ്റ്റായി മാറി. അപ്പോൾ അതൊരു മാതൃകയാണ്. കാരണം മറ്റുള്ള ആളുകൾ രോഗം വന്നാൽ പിന്നെ ഒന്നും ചെയ്യുകയില്ല. രോഗം മാറാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധാരണയാകും എല്ലാവർക്കും അല്ലേ? അവിടെയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിന് ഇത്രയും മാരകമായ രോഗം ബാധിച്ചിട്ടും പഠനം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. നിത്യോത്സാഹത്തോടെ തുടർന്നു. അങ്ങനെയാണ് അദ്ദേഹം വലിയ സയൻറ്റിസ്റ്റായി മാറിയത്. ലഹു മുഅല്ലഫാത്തുൻ അദീദത്തുൻ. അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട്. വമിൻ അഷ്ഹരിഹ, അവയിൽ പ്രശസ്തമായവ ഏതൊക്കെയാണ്? താരീഖുൻ മൂജസുൻ ലിസ്സമനി എന്ന പുസ്തകവും അൽ കൗനു ഫി ഖിശറത്തി ജൗസിൻ എന്ന പുസ്തകവുമാണ്. താരീഖുൻ മൂജസുൻ ലിസ്സമനി, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. ടൈമിൻ്റെ, കാലത്തിൻ്റെ ഹ്രസ്വമായ ചുരുങ്ങിയ ഹിസ്റ്ററി, ചരിത്രം. അൽ കൗനു ഫി ഖിശറത്ത് ജൗസിൻ, ദ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ഒരു
നട്ട്ഷെല്ലിനകത്തുള്ള ഒരു നട്ട്ഷെൽ, ഒരു നട്ടിൻ്റെ തോലിനകത്തുള്ള പ്രപഞ്ചം. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഏറ്റവും പ്രശസ്തമായ 2 പുസ്തകങ്ങളാണിവ. തൂഫിയ ഹോക്കിംഗ് യൗമ 14 മാരിസ് 1818 ബി കേംബ്രിഡ്ജ്. കേംബ്രിഡ്ജിൽ 2018 മാർച്ച് 14 അദ്ദേഹം മരണപ്പെട്ടത്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. ഇനി നഖ്റഉ തർജമത്ത് സ്റ്റീഫൻ ഹോക്കിംഗ് വ നുക്മിലു ബയാനാത്തിഹി അശഖ്സിയ. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ തർജമ നമ്മൾ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാം. തർജമ ഏതാണ്? നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞതാണ് തർജമ. ഇതാണ് തർജമ, ഒരാളുടെ ജീവചരിത്രം. ഇനിയോ ഈ ജീവചരിത്രം, ഈ തർജമ വായിച്ചുകൊണ്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്താണ്? ബയാനാത്തുൻ ശഖ്സിയ. ബയാനാത്തുൻ ശഖ്സിയ എന്താണ്? ഇതാണ് ബയാനാത്തുൻ ശഖ്സിയ. ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഈ രൂപത്തിൽ എഴുതുന്നതിനാണ് അൽ ബയാനാത്തു ശഖ്സിയ എന്ന് പറയുക. പിന്നെയോ ഒരു വ്യക്തിയുടെ ചരിത്രം എഴുതുന്നതിന്, ചരിത്രം നമ്മൾ മേലെ പഠിച്ചതുപോലെ എഴുതുന്നതിന് തർജമത്തുൽ ഹയാത്ത് എന്നും പറയും. ഒരു തർജമത്തുൽ ഹയാത്ത് കിട്ടിയാൽ നമുക്ക് ബയോഡാറ്റ ഉണ്ടാക്കാൻ കഴിയും. അതേപോലെ ബയോഡാറ്റ കിട്ടിയാൽ തർജമത്തുൽ ഹയാത്തും ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ നമ്മൾ തർജമത്തുൽ ഹയാത്ത് വായിച്ചു. ഇനി ബയോഡാറ്റ തയ്യാറാക്കാം. സ്റ്റീഫൻ ഹോക്കിംഗ് ആരുടെ ബയോഡാറ്റയാണോ തയ്യാറാക്കുന്നത് അയാളുടെ പേര് മേലെ എഴുതുക. ഒരു ഫോട്ടോ ഇവിടെ വെക്കാം. പിന്നെ അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇവിടെ എഴുതുക. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് എഴുതുക. പിന്നെ മക്കാനുൽ വിലാദത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, എവിടെയാണ് ജനിച്ചത് എന്ന് ഇവിടെ എഴുതുക. എവിടെയാണ് ജനിച്ചത്? ഓക്സ്ഫോർഡിലാണ് അല്ലേ? ഓക്സ്ഫോർഡ്, ഇഞ്ചൽത്തറ, ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ എഴുതിയാൽ മതി. താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. പാഠത്തിൽ വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ, അതുകൊണ്ട് 1942 മീലാദിയ എന്ന് എഴുതിയാൽ മതി. ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ, ഫ്രാങ്ക് ഹോക്കിംഗ്. ഇസ്മുൽ വാലിദത്ത്, നെയിം ഓഫ് മദർ, ഇസബേൽ ഹോക്കിംഗ്. അൽ ജിൻസിയ, നാഷണാലിറ്റി, ഇഞ്ചിലീസിയുൻ. അദ്ദേഹം ഇഞ്ചൽത്തറയിലാണ്, അതായത് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ ജനിച്ച വ്യക്തിയുടെ നാഷണാലിറ്റി ഇംഗ്ലീഷ് എന്നാണ് പറയേണ്ടത്. അത് അറബിയിൽ എന്ത് പറയും? ഇഞ്ചിലീസിയുൻ എന്ന് പറയും. അൽ മുഅല്ലഫാത്ത്, രചനകൾ. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളുടെ പേരുകൾ ഇവിടെ എഴുതുക. മക്കാനുൽ വഫാത്ത്, പ്ലേസ് ഓഫ് ഡെത്ത്, എവിടെയാണ് അദ്ദേഹം മരണപ്പെട്ടത്? കേംബ്രിഡ്ജ്, ഇഞ്ചൽത്തറ, ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലാണ്. താരീഖുൽ വഫാത്ത്, ഡേറ്റ് ഓഫ് ഡെത്ത്, മരണപ്പെട്ട തീയതി, അത് 14 മാർച്ച് 2018 മീലാദിയ. ഓക്കെ, ഇങ്ങനെയാണ് ബയോഡാറ്റ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ സ്വയം ബയോഡാറ്റകൾ തയ്യാറാക്കി നോക്കുക.